Yes, friends. Today we are going to discuss about the second part of conjunctions. നോക്കാം, നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് കൺജങ്ഷൻസ്. നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൺജങ്ഷൻ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഓക്കെ, ഇവിടെ എന്താണ് കോ റിലേറ്റീവ് കൺജങ്ഷൻ ആണ്. എന്താണ് കോ റിലേറ്റീവ്? മറ്റേ എന്തായിരുന്നു കോറിലേറ്റീവ് കൺജങ്ഷൻ ആയിരുന്നു, ഇത് കോ റിലേറ്റീവ് കൺജങ്ഷൻസ്. നോക്കാം എന്താണ് കോ റിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന്. സം കൺജങ്ഷൻസ് ആർ യൂസ്ഡ് ഇൻ പേഴ്സ്. എന്താണ്, ചിലത് പെയർ ആയിട്ടാണ് അല്ലെ. മറ്റേത് എന്തായിരുന്നു മക്കളെ, കോർഡിനേറ്റീവ് എന്തായിരുന്നു, ഫാൻ ബോയ്സ് ആയിരുന്നു അല്ലെ, അത് പെയർ അല്ലായിരുന്നു അല്ലെ. ആൻഡ് ബട്ട് എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു. പക്ഷെ ചിലത് എന്താണ് പെയറുകളായിട്ട്, രണ്ട് പെയറുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ദേ ആർ കോൾഡ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ, കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. നോക്കാം, വളരെ ഒരുപാടുണ്ട് കേട്ടോ, അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതായിട്ട് വരുന്ന കുറച്ചെണ്ണാണ് ഈ കാണുന്നത്. നോക്കാം ഏതൊക്കെയാണ്. ഹാഡ്ലി വെൻ. എന്താണ് ഹാഡ്ലി വെൻ, ദെൻ സ്കേഴ്സ്ലി വെൻ, either or, neither nor, not only but also, no sooner than, rather than, whether or. അല്ലെ, ഇതൊക്കെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെന്താണ്, ചില സമയത്ത് നമുക്ക് മീനിങ്ങിൽ ഒരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അതിന്റെ ചിലതിന്റെയൊക്കെ യൂസുകൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എടുത്താ പൊങ്ങാത്തൊന്നും തലയിൽ എടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതങ്ങ് യൂസ് ചെയ്യൂല അല്ലെ. അതാണ് സംഭവിക്കാറുള്ളത് അല്ലെ. എന്താണ്, ചില സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത് കുറച്ച് ടഫാണെന്നൊക്കെ തോന്നിയിട്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, പഠിക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും നമ്മൾ ഇതിനെയൊക്കെ അല്ലെ. പക്ഷെ ഇതെന്താണ്, ഒരു കുറച്ച് മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയുകയാണെങ്കിലാണ് കൂടുതൽ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളൊരു ഡിസ്ക്രിപ്ഷനോ എന്തെങ്കിലും ഒരു പാരഗ്രാഫോ ഒരു എസ്സേ എന്തെങ്കിലും എന്തോ ആവട്ടെ, എന്ത് ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള 4 വാക്കൊക്കെ അതിലോട്ട് അങ്ങ് അടിച്ചു വിട്ട് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ കാണുന്നവർക്ക് തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്ന് വേറെ ലെവലാണെന്ന് തോന്നും. നോക്കാം, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഹാഡ്ലി വെൻ നോക്കാം. ഫസ്റ്റ് വൺ ഹാഡ്ലി വെൻ. ഹാഡ്ലി വെന്നും അതുപോലെ സ്കേഴ്സ്ലി വെന്നും, ഇതിന് രണ്ടിനും ഒരേ ഒരു മീനിങ്ങും ഒരേ രീതിയായിട്ട് രണ്ടിന്റെ യൂസ് എന്താണ്, ഒരേപോലെ തന്നെയാണ് കേട്ടോ. സ്കേഴ്സ്ലി വെന്നും അതുപോലെ ഹാഡ്ലി വെന്നും ഇത് രണ്ടും എന്താണ്, ഒരേ ഒരു മീനിങ്ങിലാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. നോക്കാം, കഷ്ടിച്ച് അല്ലെങ്കിൽ ഒരു വിധത്തിൽ എന്നൊക്കെ പറയില്ലേ, ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെ. എങ്ങനെ പറയും, മലയാളത്തിൽ പറയാം. എന്താണ്, പെട്ടെന്ന് അവരെല്ലാവരും കൂടെ എന്നെ അങ്ങോട്ട് തല്ലാൻ ഓടി വന്നപ്പോ ഒരു വിധത്തിലാണ് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് അല്ലെ, അങ്ങനെ പറയും അല്ലെ. അല്ലെങ്കിൽ അമ്മ എന്നെ തല്ലാൻ വന്നപ്പോ കഷ്ടിച്ച് അല്ലെ ഒരു വിധത്തിൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ട് കിട്ടി. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ മലയാളത്തില് അല്ലെ. ആ ഒരു സാഹചര്യം നമ്മൾ ഇംഗ്ലീഷിലോട്ട് പറയുമ്പോഴാണ് ഈ ഹാഡ്ലിക്കും സ്കേഴ്സിക്കും ഒക്കെ നമുക്ക് എന്ത് വരുന്നത് മക്കളെ, സ്കേഴ്സ്ലി ഹാഡ്ലി എന്നൊക്കെ പറയുന്ന യൂസ് വരുന്നത് അല്ലെ. കഷ്ടിച്ച് ഒരു വിധത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു അല്ലെ, കഷ്ടിച്ച് ഒരു വിധത്തിൽ അങ്ങ് ചെയ്തു തീർത്തു അല്ലെ, അങ്ങനെയൊക്കെ പറയാറില്ല. അവര് ഇപ്പൊ മാനേജർ വന്നു പോയിട്ട് കഷ്ടിച്ച് ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു വിധത്തിൽ ഞാൻ അത് എന്ത് ചെയ്തു, അങ്ങ് ഫിനിഷ് ചെയ്തു അല്ലെ. ഇങ്ങനെയുള്ള യൂസുകൾക്കൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാഡ്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ മലയാളം മീനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇംഗ്ലീഷിലോട്ട് അത് യൂസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് സെന്റൻസ് നോക്കാം. ഇത് സെന്റൻസ് ആണ് കേട്ടോ. ഇതെന്താണ്, ഇതൊരു ഫസ്റ്റ് ഒരു സെന്റൻസ് ആണ്, ഒരു 1 സെന്റൻസ് ആണ് കേട്ടോ. അതിനു മുമ്പ് ഒരു കുറച്ച് 2-3 നിയമങ്ങൾ നോക്കാം. ഹാഡ്ലി സ്കേഴ്സ്ലി മസ്റ്റ് ബി ഫോളോഡ് ബൈ വെൻ അല്ലെ. എന്താണ് മക്കളെ, ഹാഡ്ലി വെൻ അല്ലെ, ഹാഡ്ലി അല്ലെ. എന്താണ്, നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താണ് ഉണ്ടോ, ഹാഡ്ലി വെൻ. എന്താണ്, ഹാഡ്ലിയുടെ കൂടെ എന്താണ് മക്കളെ യൂസ് ചെയ്യുന്നത്, വെൻ ആണ് കേട്ടോ. നോക്കാം, ഹാഡ്ലി വെൻ അല്ലെങ്കിൽ സ്കേഴ്സ്ലി വെൻ. ഓക്കെ, ഇതെന്താണ് മക്കളെ, ഇത് ഇവരുടെ കൂടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, ദ വേർഡ് ഹാഡ് ഇവരെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഹാഡ് വരും. ഇനി കണ്ടുകൊണ്ട് ഇവരെ ഒരു സെന്റൻസിലോട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കേഴ്സ്ലി വെന്നോ ഹാഡ്ലി വെന്നോ ഇവരെ ഒരു സെന്റൻസിലോട്ട് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹാഡ് കയറി വരും അല്ലെ. നമ്മുടെ പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ, അതെ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്തിരുന്ന ഹാഡിന് ഒരു കയറി വരലുണ്ട്. ഓക്കെ, ആ ടൈമില് ഹാഡിന് ശേഷം എന്തായിരുന്നു മക്കളെ, ആർക്കത് അറിയാത്തത് ഇല്ലേ, നിങ്ങൾക്കറിയില്ലേ, പാസ്റ്റ് ടെൻസ് പഠിച്ച നിങ്ങൾക്കറിയില്ലേ, ഹാഡിന്റെ കൂടെ വെർബിന്റെ ഏതാ യൂസ് ചെയ്യാ, ഹാഡ് പ്ലസ് V3 അല്ലായിരുന്നോ അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് പ്ലസ് V3 അല്ലെ.
സോ ഇവിടെയും ഹാഡ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്ത് വേണം? ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? വളരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, കാരണം ഇത് അധികം പേർക്കും പലപ്പോഴും ഡൗട്ടുകളും സംശയങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. നോക്കാം. ദ ബോയ് സീൻ ദ പോലീസ്. ആൺകുട്ടി, ആ ബോയ് സീൻ ദ പോലീസ്, പോലീസിനെ അവന് കണ്ടപ്പോഴാണ് എന്ത്? ദ ബോയ് സീൻ ദ പോലീസ്, പോലീസിനെ അവൻ കണ്ടു. എങ്ങനെ കണ്ടു? സൂൺ ഹി റൺ അവേ, പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? അതിന് പെട്ടെന്ന് കണ്ട ഉടനെ തന്നെ അവൻ എന്ത് ചെയ്തു? ഉടനെ പെട്ടെന്ന് എന്ത് ചെയ്തു? ഹി റൺ അവൻ എന്ത്? ഓടിപ്പോയി. അല്ലെ? ഇതാണ് സെന്റൻസ്. ഇത് 2 സെന്റൻസ് ആയിട്ടല്ലേ നിങ്ങൾ കാണാൻ. നോക്കി, ദ ബോയ് സീൻ ദ പോലീസ്. ഓക്കെ, പോലീസിനെ കണ്ടപ്പോ ഹി റൺ അവേ. ഇതെന്താണ്? ഇതിലൊരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റീവ് ക്ലോസും ഉണ്ട് അല്ലെ? ഒരു കാരണം, ഒരു റീസൺ ഉണ്ടാവും, അതിന്റെ ഒരു റിസൾട്ടും ഉണ്ടാവും അല്ലെ? ഒരു കോസ് ഉണ്ടാവും, ഒരു റീസണും ഒരു വ്യക്തമായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോസ് ഉണ്ടാവും. ഈ റൺ അവേ അല്ലെ, അവൻ ഓടിപ്പോയി. അതെന്താണ്? കറക്റ്റ് ആണ്. അതിനുള്ള കാരണം എന്താണ്? കാരണം എവിടെതാ? ബോയ് സീൻ ദ പോലീസ്. എന്താണ്? പോലീസിനെ കണ്ടത് കൊണ്ടാണ് അല്ലെ? അപ്പൊ ഒരു കാരണവും ഉണ്ടാവും, അതിന്റെ ഒരു ആൻസറും ഉണ്ടാവും. അങ്ങനെ 2 സെന്റൻസുകളായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക? നമ്മൾ ഈ കോർഡിനേറ്റീവ് സെന്റൻസിൽ കാണാം. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ ഈ 2 സെന്റൻസിന് ശരിക്ക് അവൻ പോലീസിനെ കണ്ട ഉടനെ അവൻ ഓടിപ്പോയി, ഇങ്ങനെ 2 സെന്റൻസ് ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ട്? മലയാളത്തിലാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ്, അവൻ പോലീസിനെ കണ്ടു, അവന് കണ്ട ഉടനെ അവൻ ഓടിപ്പോയി. ഇത് 2 സെന്റൻസ് ആയിട്ട് അല്ലെ? പെട്ടെന്ന് അവൻ ഓടിപ്പോയി, ഇത് 2 സെന്റൻസ് ആയിട്ട് പറയണം. അവൻ പോലീസിനെ കണ്ടപ്പോൾ അവൻ ഓടിപ്പോയി, ഇങ്ങനെ നമുക്ക് ഒരൊറ്റ സെന്റൻസ് ആയി ഇത് പറഞ്ഞൂടെ? മലയാളത്തിൽ പറഞ്ഞൂടെ? അങ്ങനത്തെ നമുക്ക് ഇംഗ്ലീഷിലും പറഞ്ഞൂടെ? എന്തിനാണ് ഇതിങ്ങനെ 2 സെന്റൻസ് ആക്കി കൊടുക്കുന്നത്? ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്ത് നോക്കാം. ഈ ക്ലോസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാം. എങ്ങനെ ജോയിൻ ചെയ്യും? അതിനാണ് നമ്മൾ ഹാഡിൽ യൂസ് ചെയ്തു. ഹാഡിൽ യൂസ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ആര് വന്നു മക്കളെ? ഹാഡ് വരും. ഓക്കെ, ദെൻ ഹാഡിലി ഹാഡ് ദ ബോയ് സീൻ ദ പോലീസ് വെൻ ഹി റൺ അവേ. എന്താണ്? അവൻ പോലീസിനെ കണ്ട ഉടനെ എന്ത് സംഭവിച്ചു? ഒരു വിധത്തിൽ അവൻ എന്ത് ചെയ്തു? വെൻ ഹി റൺ അവേ, അല്ലെ? അവൻ പോലീസിനെ കണ്ട ഉടനെ കഷ്ടിച്ച് അവൻ എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു അല്ലെ? അവൻ കണ്ട ഉടനെ എന്ത് ചെയ്തു മക്കളെ? ഓടി രക്ഷപ്പെട്ടു. നോക്കാം, ചില ചേഞ്ചുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ? നമുക്കൊന്ന് പോയി ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സൂൺ അങ്ങ് ഒഴിവാക്കും. ഓക്കെ, കാരണം നമുക്ക് നമ്മുടെ യൂസ് അതല്ലല്ലോ, നമ്മൾ ഹാഡിലി വെൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹാഡിലി എടുക്കും. ഹാഡിലിയുടെ കൂടെ പോയി എന്തുണ്ടാവുന്നു? ഹാഡ് വേണം. ഹാഡിലി ഹാഡ് ദ ബോയ്. കണ്ടു? ദ ബോയ് seen the police. Hadley had the boy see the police when he ran away. എന്താണ്? അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ he ran away. അവൻ എന്ത് ചെയ്തു? അവൻ പോലീസിനെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? he ran away അല്ലെ? അപ്പൊ കഷ്ടിച്ച് അവൻ രക്ഷപ്പെട്ടു, ഒരു വിധത്തിൽ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത് മക്കളെ? ഹാഡ്ലി വെൻ യൂസ് ചെയ്യുന്നത്. നോക്കാം, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇത് 2ാമത്തെ എക്സാമ്പിൾ ആട്ടോ. The driver saw the signal. എന്താണ്? ഡ്രൈവർ saw the signal. ഡ്രൈവർ എന്ത് കണ്ടു മക്കളെ? സിഗ്നൽ കണ്ടു. Quickly, പെട്ടെന്ന് he applied the brake അല്ലെ? സിഗ്നൽ നോക്കാതെ ഇങ്ങനെ വരികയായിരുന്നു, പെട്ടെന്ന് സിഗ്നൽ കണ്ടപ്പോ എന്ത് ചെയ്തു? ബ്രേക്ക് ഇട്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഹാഡിലി യൂസ് ചെയ്യാം. ഹാഡിലിയുടെ കൂടെ നോക്കിയേ. ഹാഡിലി had the driver seen the signal. എന്താണ്? ഹാഡിലി had the driver seen. എന്താണ് സീന്? എന്താ ഇവിടെ സീന്? ഇവിടെ സോയായിരുന്നല്ലോ അല്ലെ? ഇവിടെ ഡ്രൈവർ സോ, ഇവിടെ സീൻ എന്താ മക്കളെ? സീന് V3. അവിടെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹാഡിന്റെ കൂടെ V3 വേണം. ഓക്കെ, ഹാഡിലി had the driver seen the signal. ഡ്രൈവർ എന്ത് ചെയ്തപ്പോ? സിഗ്നൽ കണ്ടപ്പോൾ when he applied the brake. എന്ത് ചെയ്തു? ഈ അപ്ലൈ ദ ബ്രേക്ക് പറഞ്ഞാൽ അവന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. എപ്പോൾ? when Hadley had the driver seen the signal. ഓക്കെ, സിഗ്നൽ കണ്ടപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഐ മീൻ അവിടെയും മീനിങ് എന്താ വരിക? ആ ഒരു ടൈമിൽ അല്ലെ? കഷ്ടിച്ചവൻ എന്ത് ചെയ്തു? ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു? ബ്രേക്ക് ഇട്ട് കൊടുത്തു അല്ലെ? നോക്കാം. നെക്സ്റ്റ് വൺ. ഹാഡ്ലി ഹാഡ് entered the room. ഞാൻ റൂമിന്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചപ്പോൾ when the bell began to ring. പ്രവേശിക്കുന്നതും ബെല്ലടിക്കുന്നതും ഒരേ ടൈമിൽ അല്ലെ? കഷ്ടിച്ചങ്ങ് ക്ലാസ്സിലോട്ട് കയറില്ലേ? ഒരു വിധത്തില് ക്ലാസ്സിലോട്ട് എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു മക്കളെ? when the bell began to ring. കറക്റ്റ് ആണല്ലോ? നോക്കിയോ? ഓക്കെ അല്ലേ? കണ്ടോ?
എന്താണിത്? entered അല്ലെ? ഹാഡിന്റെ കൂടെ entered. ഓക്കെ, സോ ഹാഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ട് വരുന്ന മക്കളെ? ഓട്ടോമാറ്റിക്കലി ഒരു ഹാഡ് വരുന്നുണ്ട്. ഹാഡ്ലി ഹാഡ്. നിങ്ങൾ എങ്ങനെ ചോദിച്ചാൽ ഇതിങ്ങനെ തന്നെ പറഞ്ഞു ഹാഡ്ലി ഹാഡ്, ഹാഡ്ലി ഹാഡ്. ഓക്കെ, നമ്മളിത് ഇതെന്ത് ചെയ്യുക? യൂസ് വരുമ്പോൾ തന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി കയറി വരും. ഹാഡ്ലി ഹാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാഡ്ലി ഹാഡ് ദ ബോയ് സീൻ ദ പോലീസ് വെൻ ഹി ran away. ഓക്കെ, അവൻ പോലീസിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു മക്കളെ? അവൻ എന്ത് ചെയ്തു? ഓടിപ്പോയി അല്ലെ? കഷ്ടിച്ച് ഒരു വിധത്തിൽ എന്നൊരു മീനിങ്. ഓക്കെ, അടുത്തത് he closed the door. he closed the door എന്താണ്? ഇത് സെന്റൻസ് ആണ്, ഹാർഡ്ലി യൂസ് ചെയ്യുന്ന പോകുന്നുള്ളൂ. he closed the door. ഡോർ അടച്ചപ്പോൾ soon പെട്ടെന്ന് എന്ത് ചെയ്തു? ഉടനെ തന്നെ എന്താണ് സംഭവിച്ചത്? somebody knocked the door. വാതിലങ്ങ് അടക്കാൻ നിൽക്കായിരുന്നു, ആരോ വന്നിട്ട് ഡോർ മുട്ടാൻ അല്ലെ? നോക്കാം, ഈ രണ്ട് സെന്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ ഹാഡ്ലി വെൻ യൂസ് ചെയ്യുന്നത്. നോക്കാം, ഹാഡ്ലി ഹാഡ് ഹി ക്ലോസ് ദ ഡോർ. അവൻ ഡോർ അടച്ചപ്പോൾ, വെൻ അടച്ചപ്പോൾ, സംബഡി നോക്ക്ഡ് അറ്റ് ഇറ്റ്. എന്ത് ചെയ്തു? ആരോ എന്ത് ചെയ്തു? പുറത്ത് വന്നിട്ട് വാതിൽ മുട്ടി. ഹാഡ്ലി ഹാഡ് ക്ലോസ് ദ ഡോർ. ആ അടച്ച ഒരു ടൈമിൽ തന്നെ അല്ലെ? അവൻ ഡോർ അടച്ചപ്പോൾ എന്ത് സംഭവിച്ചു മക്കളെ? ആരോ വന്നിട്ട് ഡോറിന് വന്നിട്ട് നോക്ക് ചെയ്തു. ഓക്കെ, ദെൻ I went to bed, soon I fell asleep. എന്താണ്? I went to bed. ഞാൻ ബെഡിലോട്ട് പോയ ഉടനെ തന്നെ I went to bed, ബെഡിലോട്ട് പോയി. soon I fell asleep. പോയതും I fell asleep. കിടന്നുറങ്ങിയതും എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഉടനെ ഞാൻ എന്ത് ചെയ്തു മക്കളെ? കിടന്നുറങ്ങി അല്ലെ? I went to bed, soon I fell asleep. ഞാൻ ബെഡിലോട്ട് പോയതും ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? കിടന്നുറങ്ങി. then ഹാഡ്ലി ഹാഡ് ഐ ഗോൺ ടു ബെഡ്. എന്താണ്? നമുക്ക് യൂസ് ചെയ്യാം. ഹാഡ്ലി ഹാഡ് ഐ ഗോൺ ടു ബെഡ് വെൻ ഐ ഫെൽ അസ്ലീപ് അല്ലെ? ഞാൻ ബെഡിലോട്ട് പോയ ഉടനെ, ഇവിടെ നോക്കിയേ, വെന്റ് എന്താവുന്നുണ്ട് നോക്കണം കേട്ടോ. ഹാഡ് വരുമ്പോ ഗോൺ ആവുന്നുണ്ട്. ഇവിടെയും കണ്ടോ, ഇവിടെ പിന്നെ ഹാഡിന് പിന്നെ ഓൾറെഡി ക്ലോസ്ഡ് എന്ന് പറയുന്നതിന് ഇവിടെ വരുന്നത്, അതുകൊണ്ട് വരുന്നില്ല. ഓക്കെ, അപ്പോ ഹാഡ്ലി ഹാഡ് ഐ ഗോൺ ടു ബെഡ് വെൻ ഐ ഫീൽ അസ്ലീപ് അല്ലെ? നമ്മൾ എന്ത് ചെയ്തു മക്കളെ? സ്ലീപ്പ് ചെയ്തില്ലേ? അപ്പോ ഉടനെ തന്നെ എന്നുള്ള ഒരു മീനിങ് അല്ലെ? ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? അപ്പൊ തൊട്ട് പിന്നില്ല, ഇവിടെ നോക്കാം, ദാ ഡോർ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ആരോ പുറത്ത് വന്നിട്ട് ഡോർ ലോക്ക് ചെയ്തു അല്ലെ? അപ്പൊ ആ ഒരു മീനിങ് നിങ്ങൾക്ക് കിട്ടിയാലോ? കഷ്ടിച്ചൊരു വിധത്തിൽ എന്നാണെങ്കിലും മലയാളത്തിൽ ആ സെന്റൻസിലോട്ട് വരുമ്പോ ഉണ്ടാവുന്ന മാറ്റം സെന്റൻസ് വെച്ചിട്ടാണ് ഞാൻ എക്സാം ചെയ്തു തന്നത്. കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കാം, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹാഡ്ലി വെൻ. എന്താണ് ഹാഡ്ലി വെൻ? എന്തായിരുന്നു മക്കളെ? കഷ്ടിച്ച് ഒരു വിധത്തിൽ ട്ടോ. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തായാലും നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 2 or 3 വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ഒന്നാമത്തെ വട്ടം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും നിങ്ങൾ അതിന്റെ ഷോർട്ട് നോട്ട് ചെയ്തെടുക്കുകയും ചെയ്യും അല്ലെ? അത് ഫസ്റ്റത്തെ ഒരു ഇംപ്രഷൻ ആണ് അല്ലെ? ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾ 2ാമത്തെ വട്ടം കാണണം. 2ാമത്തെ വട്ടം കാണുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? ഹാഡ്ലിയും സ്കേഴ്സിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും കാണാം കേട്ടോ. സെയിം യൂസ് അല്ലെ? ഒരു വിധത്തിൽ കഷ്ടിച്ച് അല്ലെ? അങ്ങനെയുള്ള ഒരു മീനിങ്ങിനെയാണ് സ്കേഴ്സ്ലി വെൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം യൂസ് ഓഫ് ഹാഡ്ലി. നോക്കാം, I reached the station when the train started. ഈ ഒരു ഡയലോഗ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഗ്രാമർ പഠിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും കണ്ടിട്ടുണ്ടാവും. I reached the station when the train started. ഞാൻ reached the station പറഞ്ഞ എന്താ? ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്താണ്? when the train, ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, when the train start, എന്ത് ചെയ്തു? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സ്കേഴ്സ്ലി യൂസ് ചെയ്യാം. നോക്കിയേ, ഈ സെയിം തന്നെയാണ്. എന്ത്? സ്കേഴ്സ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? എന്താണ് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്കേഴ്സ്ലിയും ഹാഡ്ലിയുടെ കൂടെയൊക്കെ പോയി എന്തുണ്ട്? ഹാഡ് ഉണ്ട് അല്ലെ? അപ്പൊ സ്കേഴ്സ്ലി ഹാഡ് ഐ റീച്ച്ഡ്, ഇവിടെ ഒന്നും ഒരു മാറ്റം വരുന്നില്ല കേട്ടോ മക്കളെ. ഹാഡ് ഐ റീച്ച്ഡ്, കാരണം ഇത് ഓൾറെഡി റീച്ച്ഡ് എന്താണ്? V3 ഫോം തന്നെയാണ്. അപ്പൊ അതുപോലെ എഴുതിയാൽ മതി കേട്ടോ. reached the station when the train started. എന്താണ്? ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു മക്കളെ? സ്റ്റേഷനിൽ എത്തിയപ്പോൾ when the train started, എന്ത് ചെയ്തു? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. then I thought of having ice cream. എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം എന്നൊരു ചിന്ത വന്നു. then my friend bought for me. അതിനുശേഷം എനിക്ക് എന്റെ ഫ്രണ്ട് ചെയ്തു ഒരു ഐസ്ക്രീം കൊണ്ട് തന്നു, ഐസ്ക്രീം വാങ്ങി തന്നു അല്ലെ?
ഇത് രണ്ടും രണ്ട് സെന്റൻസ് ആയിട്ട് വേണം. ഇല്ല, അവന് ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹം വന്നപ്പോ ഫ്രണ്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ടു കൊടുത്തു. അപ്പൊ തന്നെ ഇത്രേ ഉള്ളൂ. ഇത് രണ്ട് സെന്റൻസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ എങ്ങനെയാണ്? ഐ തോട്ട് ഓഫ് ഹാവിങ് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു. ദെൻ മൈ ഫ്രണ്ട് ബോട്ട് ഫോർ മീ, ശേഷം എന്റെ ഫ്രണ്ട് എനിക്കൊരു ഐസ്ക്രീം കൊണ്ടു തന്നു. ഇങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെ. ഇനി അത് സ്കേഴ്സ്ലി യൂസ്. സ്കേഴ്സ്ലി ഹാഡ് ഐ തോട്ട് ഓഫ് ഹാവിങ് ഐസ്ക്രീം വെൻ മൈ ഫ്രണ്ട് ബോട്ട് ഫോർ മീ. എന്റെ ഫ്രണ്ട് എന്ത് ചെയ്തു? എന്റെ ഫ്രണ്ട് എനിക്ക് ഐസ്ക്രീം കൊണ്ടു തന്നു. ഞാൻ എന്ത് ചെയ്തപ്പോ ഐസ്ക്രീം കഴിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഉടനെ തന്നെ എന്താ സംഭവിച്ചത്? ഞാൻ ഐസ്ക്രീം കഴിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ എന്റെ ഫ്രണ്ട് എനിക്ക് എന്ത് തന്നു മക്കളെ? ഐസ്ക്രീം കൊണ്ടു തന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്കേഴ്സ്ലിക്കും ഹാഡിലേക്കും ഒരേ ഒരു മീനിങ്ങിലാണ് വരുന്നത്. ഇവിടേക്ക് എങ്ങനെയാണ്? ചെയ്ത ഉടനെ തന്നെ അല്ലെ. സ്കേഴ്സ്ലി ഹാഡ് റീച്ച്, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ when the train started, എന്ത് ചെയ്തു? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഹാഡ് ഉണ്ടാവും, V3 വേണം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സ്കേഴ്സ്ലി ഹാഡ് ഷീ ലെഫ്റ്റ് ദ പ്ലേസ് when her husband came there. സ്കേഴ്സ്ലി had left the place when her husband came there. അവരുടെ ഹസ്ബൻഡ് അവിടേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? സ്കേഴ്സ്ലി ഹാഡ് ലെഫ്റ്റ് ദ പ്ലേസ്, അവിടെ നിന്ന് അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, then സ്കേഴ്സ്ലി ഹാഡ് ഹി ബിക്കം അൺകോൺഷ്യസ് when the doctor arrived. അല്ലെ, ഡോക്ടർ എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അൺകോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, then ഇതർ ഓർ. എന്താണ് ഇതർ ഓർ അല്ലെ? നോക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയാനാണ്. എന്താണ്? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയാനാണ് കേട്ടോ. നോക്കാം. ഇത് ഐദർ എന്ന് വായിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഐദർ. ഓക്കെ, അപ്പം ഇതർ എന്നാണ്. ഹി വിൽ ഇതർ ബൈ എ കാർ ഓർ ഡെപ്പോസിറ്റ് ദ മണി ഇൻ എ ബാങ്ക്. എന്താണ്? രണ്ടിലേതെങ്കിലും ഒന്നാട്ടോ. രണ്ടിലേതെങ്കിലും ഒന്നേ ഒരു ഓപ്ഷനെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. രണ്ടും പറ്റില്ല. ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഒരു കൺഫ്യൂഷൻസ് ആണ് അല്ലെ. ഒരു കൺഫ്യൂഷൻ ആണ്. അത് വേണോ ഇത് വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്നാണ്. ഹി വിൽ ഇതർ ബൈ എ കാർ ഓർ ഡെപ്പോസിറ്റ് ദ മണി ഇൻ എ ബാങ്ക്. അല്ലെങ്കിൽ ബാങ്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം മക്കളെ? ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ലെങ്കിലോ ഒരു കാർ വാങ്ങണം. ഓക്കെ, then he want either the ലഡു or the ഹൽവ. അല്ലെങ്കിൽ ലഡുവോ അല്ലെങ്കിൽ അലുവയോ, ഇതിലേതെങ്കിലും ഒന്നാണ് വേണ്ടത്. ഓക്കെ, യു മസ്റ്റ് either take a taxi or go by a bus. അല്ലെങ്കിൽ ബസ്സിൽ പോവാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ടാക്സിയിലോ പോകാം. അപ്പോ രണ്ടിലേതെങ്കിലും ഒന്ന് എന്ന് പറയുന്ന മീനിങ് വളരെ കറക്റ്റ് ആണ്. then ഈ കാണുന്നത് എന്താന്ന് വെച്ചാല് ഇത് എങ്ങനെയാണ് കോർഡിനേറ്റിംഗ് ആവുന്നത് വെച്ചാൽ ഇത് രണ്ട് സെന്റൻസുകളാണ്. ഓക്കെ, യു മസ്റ്റ് ടേക്ക് എ ടാക്സി. ഇവിടെ ഒരു സെന്റൻസ് ആണ്. നീ എന്ത് ചെയ്യാൻ? നിനക്ക് ടാക്സി പിടിക്കാം. ഓർ യു മസ്റ്റ് സീ ദ ഫിലിം അല്ല, യു മസ്റ്റ് സീ ദ ബസ്. ഓക്കെ, യു മസ്റ്റ് ടേക്ക് ദ ബസ്. ഓക്കെ, യു മസ്റ്റ് സീ ദ ഫിലിം എന്നല്ല ഉദ്ദേശിച്ചത്. യു മസ്റ്റ് ബൈ അല്ല, യു മസ്റ്റ് by the bus. You must go by the bus അല്ല കേട്ടോ. You must take the bus. Okay, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. must take the bus. എന്താണ്? You must take the bus. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത് മക്കളെ? ഇവിടെ എന്താണ് പറയുന്നത് ഒന്ന് പറഞ്ഞേ. എന്താണ്? അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? ടാക്സി പിടിക്കാം. അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിനക്ക് ബസ് പിടിക്കാം. അപ്പൊ അല്ലെങ്കിൽ നിനക്ക് ടാക്സി പിടിക്കാം, അല്ലെങ്കിൽ നിനക്ക് ബസ് പിടിക്കാം. ഇങ്ങനെ രണ്ട് സെന്റൻസ് ആയിട്ട് പറയണ്ട. അല്ലെങ്കിൽ നിനക്ക് ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ പിടിക്കാം. ഇങ്ങനെ ഒരുമിച്ച് പറയാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതെന്താണ്? യു മസ്റ്റ് either take a taxi or go by bus. എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ബസ്സിൽ പോവാം, അല്ലെങ്കിൽ ടാക്സിയിൽ പോവാം. ഈ ഒരു മീനിങ് ആണ്. നോക്കാം, ഇവിടെ നോക്കാം. ഇവിടെ രണ്ട് സെന്റൻസ് ആണ്. ഹി ക്യാൻ പ്ലേ ദ പിയാനോ, ഹി ക്യാൻ പ്ലേ ദ പിയാനോ, ഹി ക്യാൻ പ്ലേ ദ വയലിൻ. ഓക്കെ, ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാണ്? നിങ്ങളൊരു സ്കൂൾ പ്രോഗ്രാം ആണെന്ന് വിചാരിച്ചു. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവും. ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടിക്ക് അതിന്റെ സ്കൂൾ പ്രോഗ്രാമിന് പിയാനോ വായിക്കാനും അറിയാം, വയലിൻ വായിക്കാനും അറിയാം. ആ കുട്ടിക്ക് രണ്ടും അറിയാം. പക്ഷെ ഒരു പ്രോഗ്രാമിനെ പങ്കെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. പിയാനോ വായിക്കാനും അറിയും, വയലിൻ വായിക്കാനും അവനറിയും. പക്ഷെ പ്രോഗ്രാമിന് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇതൊന്നും നോക്കിയേ.
ഐദർ ഹി ക്യാൻ പ്ലേ ദ പിയാനോ ഓർ പ്ലേ ദ വയലിൻ. വയലിനോ അല്ലെങ്കിൽ പിയാനോ, അല്ലെങ്കിൽ വയലിനോ അല്ലെങ്കിൽ പിയാനോ, ഇതിൽ ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ അല്ലെ. അതാണ് ആ ഒരു ചോയ്സ് പറയുന്നത് കേട്ടോ. ഏതാണ്? ഇതല്ലെങ്കിൽ മറ്റൊന്ന്. ഓക്കെ, ഇതർ ഹി ക്യാൻ പ്ലേ പിയാനോ ഓർ പ്ലേ ദ വയലിൻ. വയലിനോ അല്ലെങ്കിൽ പിയാനോ, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എന്ത് യൂസ് ചെയ്യാൻ പറ്റുക. ദെൻ either you watch the program or you turn off the TV. എന്താണ്? either you watch the program or you turn off the TV. അല്ലെങ്കിൽ നിങ്ങൾക്ക് TV ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം കാണാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ചോയ്സ്. ഓക്കെ, അതല്ലെങ്കിൽ ഇത്. ഓക്കെ, ഇത് പേ റെന്റ് ഓർ വെക്കേറ്റ് ദ ഹൗസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കേറ്റ് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പേ ചെയ്യാനുള്ള എന്തുണ്ടാവും, റെന്റ് പേ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെന്റ് പേ ചെയ്യാം, അല്ലെങ്കിൽ റൂം വെക്കേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതർ മീര ഓർ മീനു വിൽ ടെൽ ദ ട്രൂത്ത്. അല്ലെങ്കിൽ മീരയോ അല്ലെങ്കിൽ മീനു, ഇതിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം, ട്രൂത്ത്, സത്യം പറയണം. അപ്പൊ അതല്ലെങ്കിൽ ഇത്, അവളല്ലെങ്കിൽ ഇവൾ, അല്ലെങ്കിൽ ആ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഓപ്ഷൻ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ നൈദർ ഓർ നോർ. നൈദർ നോർ, ഇതുമല്ല അതുമല്ല. ഓക്കെ, അതുമല്ല ഇതുമല്ല അല്ലെ. ഇതെന്താന്ന് പറയാ മക്കളെ, നെഗറ്റീവ് സെന്റൻസ് ആട്ടോ. നമ്മൾ നേരത്തെ നോറ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ നോറിന്റെ ഏതായിരുന്നു? അതുമല്ല ഇതുമല്ല അല്ലെ, രണ്ടുമില്ല. സത്യം പറയണെങ്കിൽ രണ്ടുമില്ല, അത് തന്നെ. നോക്കാം. ഹി നോസ് നൈദർ ഇംഗ്ലീഷ് നോർ ഹിന്ദി. ഹി നോസ് നൈദർ, അവന് എന്തറിയില്ല, ഇംഗ്ലീഷും അറിയില്ല ഹിന്ദിയും അറിയില്ല. സത്യം പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രണ്ടും അറിയില്ല. ഓക്കെ, ദെൻ ഹി കുഡിൻ റൺ ഷീ കുഡ് നോട്ട് ജംപ്. എന്താണ്? ഷീ കുഡിൻ റൺ ഷീ കുഡിൻ ജംപ്. എന്താണ്? അവൾക്ക് ജമ്പ് ചെയ്യാനും കഴിയില്ല, അവൾക്ക് ഓടാനും കഴിയില്ല. ഇതൊരു സെന്റൻസ് ആണ് അല്ലെ. ഈ സെന്റൻസിന് ഇനി നൈദർ നോറും വെച്ചിട്ട് എങ്ങനെ എഴുതിയെന്നൊന്ന് നോക്കിയ മക്കളെ. ഷീ കുഡ് നൈദർ റൺ നോർ ജംപ് അല്ലെ. ഷീ കുഡ് നൈദർ റൺ നോർ ജംപ് അല്ലെ. അവൾക്ക് ചാടാനും അറിയില്ല, ഓടാനും അറിയില്ല അല്ലെ. അപ്പൊ ഇതാണ്, ഇങ്ങനത്തെ ഒരു യൂസ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് സെന്റൻസുകളെ തമ്മിൽ നൈദർ നോർ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഇത് ശരിക്കും അവൾക്ക് ഓടാൻ കഴിയില്ല, അവൾക്ക് ചാടാൻ കഴിയില്ല, ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ശരിക്കും മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാം, അവൾക്ക് ചാടാൻ കഴിയില്ല, അവൾക്ക് ഓടാൻ കഴിയില്ല, ഇങ്ങനെ പറയണോ? ഇല്ല, അവൾക്ക് ഓടാനും ചാടാനും കഴിയില്ല. അങ്ങനെ ആ ഒരു വേർഡ്സ് പറയുമ്പോഴാണ് അത് ശരിക്കും അത് സെന്റൻസ് ആവുന്നത്. അങ്ങനെ പറയുമ്പോഴാണല്ലോ അല്ലെ. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ രണ്ട് കറക്റ്റ് ആയിട്ടുള്ള രണ്ട് സെന്റൻസുകൾ ഉണ്ടാവും. നോക്കാം. ഹീസ് നോ, അടുത്തത് നോക്കാം. അടുത്തത് ഹീസ് നോട്ട് ബ്രില്യൻ, ദേ ആർ നോട്ട് ബ്രില്യൻ. ഇവിടെ രണ്ടും സബ്ജക്ട് സെയിം ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ സബ്ജക്ട് സെയിം അല്ല. നോക്കാം. ഹീസ് നോട്ട് ബ്രില്യൻ, അവൻ ബ്രില്യന്റ് അല്ല. ദേ ആർ നോട്ട് ബ്രില്യന്റ്, അവരും ബ്രില്യന്റ് അല്ല. രണ്ടു കൂട്ടരും എന്തല്ല, ബ്രില്യന്റ് അല്ല. നോക്കാം. നൈദർ ഹി നോർ ദേ ആർ ബ്രില്യൻ. എന്താണ് മക്കളെ? നൈദർ ഹി നോർ ദേ ആർ ബ്രില്യൻ. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഹി എന്താണ്, സിംഗുലർ ആണ് അല്ലെ. പക്ഷെ എന്നിട്ടും ഇവിടെ ആറാണ് കൊടുത്തത്. കാരണം എന്താണ്? ഈ സെക്കൻഡ് വരുന്ന സബ്ജക്റ്റിന് ഉള്ള വെർബ് ഉണ്ടല്ലോ, ഓക്സിലറി വെർബ്, അതാണ് ഇവിടെ കൊടുക്കുക, അതാണ് ഇതിൽ യൂസ് ചെയ്യുക. ഇനിയിപ്പോ ഇവിടെ ഇനി ഹി അല്ല, ഷീ അല്ല, ഇറ്റ് അല്ല, എന്ത് സിംഗുലർ ആണെങ്കിലും ഇവിടെ വരുന്ന സബ്ജക്റ്റ്, രണ്ടാമത്തെ ക്ലോസിൽ വരുന്ന സെന്റൻസിലെ വെർബ് എന്താണോ അതാണ് ഇവിടെ കൊടുക്കുക. ഓക്കെ, നൈദർ ഹി നോർ ദേ ആർ ബ്രില്യൻ അല്ലെ. അവനും ബ്രില്യന്റ് അല്ല, അവരും ബ്രില്യന്റ് അല്ല. ഓക്കെ, രണ്ടുപേരുമല്ല, അതുമല്ല ഇതുമല്ല എന്നല്ല അർത്ഥം. നോക്കാം. ദെൻ അനു doesn't like bread, മനു doesn't like bread. മനുവിനും ബ്രെഡ് ഇഷ്ടമല്ല, അനുവിനും ബ്രെഡ് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ രണ്ടാക്കും ബ്രെഡ് ഇഷ്ടമല്ല. ഇനി അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ. നൈദർ അനു നോർ മനു ലൈക്സ് ബ്രെഡ്. അനുവിനും എന്തല്ല, ബ്രെഡ് ഇഷ്ടമല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതുമല്ല ഇതുമല്ല, മീൻ രണ്ടും നെഗറ്റീവുകളാണ്. ഓക്കെ, രണ്ടും എന്താണ് മക്കളെ? രണ്ടും നെഗറ്റീവ് ആണ്. Then not only but also. എന്താണ്? not only but also. നോക്കാം. ഇത് മാത്രമല്ല മറ്റേത് കൂടി ഉണ്ട്. ഇതൊന്ന് പൊതുവെ
ഇത്രയും പറഞ്ഞതിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇതായിരിക്കും എന്ത്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലെ. നോക്കാം. അതുമല്ല, ഇത് മാത്രമല്ല മറ്റേതും കൂടി ഉണ്ട്. എനിക്ക് ഇത് മാത്രമൊന്നല്ല, അതും ഉണ്ട് അല്ലെ. എനിക്ക് ഈ കാണുന്ന ചെടികൾ മാത്രമൊന്നുമല്ല, ബാക്കിലും കുറച്ചുകൂടെ ചെടികളുണ്ട് അല്ലെ. എനിക്ക് ഈ വീട് മാത്രമല്ല, അവിടെ കുറച്ച് ദൂരത്ത് മറ്റൊരു പ്ലേസിൽ വേറൊരു വീടും കൂടെ ഉണ്ട് അല്ലെ. എനിക്ക് കുറെ പൂച്ചക്കുട്ടികൾ മാത്രമല്ല, എനിക്ക് എന്തുണ്ട്, ഡോഗും ഉണ്ട് അല്ലെ. അത് മാത്രമല്ല എനിക്ക് ഇതുമുണ്ട്. എങ്ങനെ പറയാം, നോക്കാം. He is not only a teacher. എന്താണ്? He is not only a teacher but also a musician. അവൾ ടീച്ചർ മാത്രമല്ല, എന്താണ്, മ്യൂസീഷ്യൻ കൂടിയാണ് അല്ലെ. അത് മാത്രമല്ല ഇതും കൂടിയാണ്. നോക്കാം. He was not only fined. അത് ഫൈൻ വാങ്ങാൻ മാത്രമല്ല but also sent to prison. എന്താണ്, ജയിലിലോട്ട് വിടും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതും ചെയ്തിട്ടുണ്ട്. നോക്കാം. He is not only intelligent but also funny. അല്ലെ, ബുദ്ധി മാത്രല്ല കേട്ടോ, എന്താണ്, ബുദ്ധിമാൻ മാത്രല്ല, ഇസ് നോട്ട് ഓൺലി ഇന്റലിജന്റ്, എന്താണ്, ഇന്റലിജന്റ് മാത്രമല്ല ബട്ട് ഓൾസോ ഫണ്ണി, എന്താണ്, തമാശക്കാരനും കൂടിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അത് മാത്രമല്ല ഇതുമുണ്ട് അല്ലെ. എനിക്ക് കാറ് മാത്രമല്ല, എന്തുണ്ട്, എനിക്ക് ബസ്സും കൂടെ ഉണ്ട് അല്ലെ. അങ്ങനെ പറയാം. ഓക്കെ, ഇസ് നോട്ട് ഓൺലി എ ടീച്ചർ, അവൻ ടീച്ചർ മാത്രമല്ല ബട്ട് ഓൾസോ എ മ്യൂസീഷ്യൻ, എന്താണ്, ഒരു മ്യൂസീഷ്യൻ കൂടിയാണ്. കറക്റ്റ് ആണല്ലോ. അത് മാത്രമല്ല മറ്റേതും കൂടെ ഉണ്ടെന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ എടുത്ത് നിങ്ങളുടെ ഒരു ഗ്രാമർ ബുക്കിൽ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഇല്ല, ഗ്രാമർ ബുക്കുകളോ മറ്റ് ചാനൽ മാധ്യമങ്ങളോ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടില്ല, യൂസ് ചെയ്യേണ്ടി വരാറില്ല അല്ലെ. യൂസ് ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങൾ എടുത്തു വെച്ച് മലയാളം എഴുതി നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതി വെച്ച ആ ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ, അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിന്റെ ഒരു ആൻസർ ആ മൊമെന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നോക്കാം. നോ സൂണർ ദാൻ. എന്താണ് നോ സൂണർ ദാൻ? നോക്കാം. ഉടൻ തന്നെ, അല്ലെങ്കിൽ തീർന്ന ഉടനെ, ഇത് തീർന്ന ഉടനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകും അല്ലെ. അങ്ങനെ പറയാമല്ലേ മക്കളെ. ഇത് തീർന്നു കഴിഞ്ഞ് പരിപാടി തീർന്ന അപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകും അല്ലെ. ഈ ഫീലിംഗ് കഴിഞ്ഞോടുകൂടി കഴിഞ്ഞ ഉടനെ ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് പോകും. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ തന്നെ അല്ലെ. അത് തീർന്ന ഉടനെ തന്നെ എന്നുള്ള മീനിങ്ങിലാണ്. മലയാളം ഓക്കെ അല്ലെ. ഇനി ഇംഗ്ലീഷിലോട്ടൊന്ന് നോക്കാം. The police arrived at once. thief ആണ്. ഓക്കെ, ആ പോലീസ് ഇങ്ങനെ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു, ആ പോലീസ് അങ്ങ് കയറി വന്ന ഉടനെ at once the thief ആണ്. ഇതൊരു സെന്റൻസ്, 2 സെന്റൻസ് ആണ് അല്ലെ. അതിൽ പോലീസ് വന്നത് ഒരു സെന്റൻസ് ആണ്. അവര് വന്നപ്പോൾ എന്ത് ചെയ്തു, ആ കള്ളനെ ഓടിപ്പോയി എന്നുള്ളത് മറ്റൊരു സെന്റൻസ് ആണ്. ഇനി നമുക്ക് ഇവരെ എന്ത് ചെയ്യാം, ഒന്നിപ്പിച്ച് നോക്കാം അല്ലെ. ഇതില് no sooner did the police arrive. No sooner did the police arrive than the thief ran away. No sooner did the police arrive. എന്താണ് മക്കളെ, പോലീസ് വന്ന ഉടനെ അല്ലെ, ഉടൻ തന്നെ എന്ത് ചെയ്തു, than the thief ran away. ഉടൻ തന്നെ ആ പോലീസ് വന്ന ഉടനെ തന്നെ എന്ത് സംഭവിച്ചു, തീഫ് അവിടെ നിന്നും ഓടിപ്പോയി. നോക്കാം, ഇവിടെ ഒരു മാറ്റങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കാം. നോ സൂണർ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ യൂസ് ചെയ്യാനുള്ള എന്താണ്, കൺജക്ഷൻ ആണ്. നോക്കാം. ഇവിടെ പോലീസ് അറൈവ്ഡ് അല്ലെ, വീടി അല്ലെ, അറൈവ്ഡ് ആണ് അല്ലെ. അപ്പൊ ഈ അറൈവ്ഡിന്റെ ഉള്ളിൽ ആരുണ്ട് മക്കളെ, ഈ ഡിഡ് ഫോം ഉണ്ട് അല്ലെ. ഡിഡ് ഉണ്ടായോണ്ടാണല്ലോ ഇത് അറൈവ്ഡ് ആയത്. ആ ഡിഡിനെ ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്തു. ഡിഡ് പുറത്തോട്ട് എടുത്ത് കഴിയുമ്പോ പിന്നെ ഞാൻ പറയാറുണ്ട്, ഡിഡ് എടുത്തോ പിന്നെ വെർബിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, ബേസ് ഫോം ആവും. ഡിഡ് ദ പോലീസ് അറൈവ് എന്നാവും അല്ലെ. അറൈവ്ഡിന്റെ ഉള്ളിൽ നിന്ന് ഡിഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അറൈവ് ആവും. ആ ഒരു മാറ്റം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. ഒന്ന് നോക്കി നോക്കിയേ, ആ ഒരൊറ്റ മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എന്താണ്, ഒരേ ഒരു മീനിങ്ങിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ മലയാളം മീനിങ് കിട്ടും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ്, ആഫ്റ്റർ ദ ട്രെയിൻ സ്റ്റോപ്പ്. എന്താണ് മക്കളെ, ആഫ്റ്റർ ദ ട്രെയിൻ സ്റ്റോപ്പ്. എന്താണ്, ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്പ്. എന്താണ്, മഴ നിന്ന് ശേഷം. എന്താണ്, മഴക്ക് ശേഷം ദ റഷ് ഔട്ട് ഓഫ് ദ ഹൗസ്. മഴ കഴിയാൻ നിൽക്കുമായിരുന്നു എന്ത്, അവര് പുറത്തോട്ട് ഓടാൻ അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ നോ സൂണർ ദാൻ യൂസ് ചെയ്ത് നോക്കാം. നോ സൂണർ ഡസ് ദ റെയിൻ സ്റ്റോപ്പ്. എന്താണ് മക്കളെ, സ്റ്റോപ്പിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇതാക്കണം, ഇവിടുന്നതാ ഡെസ്റ്റിനെയൊക്കെയാണ് പുറത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നോ സൂണർ ഡസ് ദ റെയിൻ സ്റ്റോപ്പ്. എന്താണ്, മഴ നിന്ന ഉടനെ അല്ലെ, മഴ തീർന്ന ഉടനെ എന്താണ്, ദാൻ ദ റഷ് ഔട്ട് ദ ഹൗസ്. അവര് പുറത്തോട്ട് എന്ത് ചെയ്യും, ഓടിപ്പോവും അല്ലെ. സോ
കറക്റ്റ് ആണ്. എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്നും ആ ടെൻസ് ഏതാണോ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കണം അല്ലെ. ഇപ്പോ സ്റ്റോപ്സ് ആയതുകൊണ്ടാണ് ഡസ് ഫോം ആണെന്ന് തിരിച്ചറിഞ്ഞ് കറക്റ്റ് സ്റ്റോപ്പ് ആണെങ്കിൽ എന്തായിരിക്കും അത് ഡു ഫോം ആയിരിക്കും. അറൈവ്ഡ് കംപ്ലീറ്റഡ് എന്നുള്ള ED ഫോം ആണെങ്കിൽ എന്ത് വരും അതിൻ്റെ ഉള്ളിൽ നിന്നും ഡിഡ് പുറത്തോട്ട് എടുക്കും. ക്ലിയർ ആണല്ലോ. സോ നോ സൂണർ ഡസ് ദ റെയിൻ സ്റ്റോപ്പ് ദാൻ ദേ റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ് അല്ലെ. മഴ തീർന്ന ഉടനെ തന്നെ എന്താണ് മഴ തീർന്നാൽ ഉടനെ അവരെന്ത് ചെയ്യുകയാണ് മക്കളെ പുറത്തോട്ട് കളിക്കാൻ അവര് പുറത്തോട്ട് എന്ത് ചെയ്യും മക്കളെ തീർന്ന ഉടൻ തന്നെ അവര് ഓടിയിട്ട് റഷ്ഡ് ഔട്ട് പുറത്തോട്ട് ഓടിപ്പോവും. ഓക്കെ. ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്പ്ഡ് നമുക്ക് സെന്റൻസ് നോക്കാം. ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്പ്ഡ് മഴ നിന്നതിന് ശേഷം അവിടെ എന്തായിരുന്നു മക്കളെ ഒന്ന് വ്യത്യാസം ഒന്ന് പറഞ്ഞേ. ഇവിടെ എന്തായിരുന്നു ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്സ് ആണ് അല്ലെ. ഇത് പ്രസന്റ് ആണ് അല്ലെ, സ്റ്റോപ്സ് ആണ്. ഇവിടെ ഒന്ന് നോക്കിയേ ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്പ്ഡ് ആണ് എന്താണ് ED ആണ് അല്ലെ, പാസ്റ്റ് ആണ്. നോക്കാം. ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്പ്ഡ് ദേ റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. മഴ നിന്ന ഉടനെ അവരെന്ത് ചെയ്യും ശേഷം എന്ത് ചെയ്യും ദേ റഷ്ഡ് ഔട്ട് ദ ഹൗസ് അവർ പുറത്തോട്ട് ഓടിപ്പോകും. നോക്കാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു സ്റ്റോപ്പ്ഡ് വരുമ്പോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരാ മക്കളെ പുറത്തു വരേണ്ടത് ഡിഡ് ആണ് അല്ലെ. ഈസി അല്ലേ. അതിനുള്ളിൽ നിന്ന് ആര് പുറത്തോട്ട് വരണം ഡിഡ് പുറത്തോട്ട് വരണം. നോക്കാം. നോ സൂണർ ഡിഡ് ദ റെയിൻ സ്റ്റോപ്പ് എന്താണ് നോ സൂണർ അല്ലെ ഡിഡ് ദ റെയിൻ സ്റ്റോപ്പ്. ഡിഡ് പുറത്തോട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും സ്റ്റോപ്പിന്റെ സ്റ്റോപ്പേ ഉണ്ടാവുള്ളൂ ബാക്കി അല്ലെ. ദാൻ ദേ റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ് അല്ലെ. ആ സെന്റൻസിന് ശേഷം പിന്നെ എന്ത് ചെയ്യാ ഈ ഫുൾ സ്റ്റോപ്പ് അല്ലെ ഫുൾ സ്റ്റോപ്പിന്റെ സ്ഥാനത്താണ് നമ്മൾ ദാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ. ബാക്കി പിന്നെ ഒന്നിനും ഒരു മാറ്റവും വരുന്നില്ല. നോക്കാം. നോ സൂണർ ഡിഡ് ദ റെയിൻ സ്റ്റോപ്പ് ദാൻ ദേ റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. മഴ തോർന്ന ഉടനെ മഴ സ്റ്റോപ്പ് ആയ ഉടനെ അവരെന്ത് ചെയ്യാണ് തോർന്ന ഉടനെ അവര് പുറത്തോട്ട് റഷ്ഡ് ഔട്ട് ഓടിപ്പോകും. ദെൻ ഇനി അടുത്തത് ഇനി ആസ് സൂൺ ആസ് അല്ലെ ഷീ ഫിനിഷസ് വൺ പ്രൊജക്ട് ഒരു പ്രൊജക്ട് ചെയ്ത ഉടനെ തന്നെ ഷീ സ്റ്റാർട്ട്സ് നെക്സ്റ്റ് അടുത്ത പ്രൊജക്ട് അവൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ഒന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യാണ് അത് തീർന്ന ഉടനെ അവൾ അടുത്തത് എന്ത് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. നോക്കാം. നോ സൂണർ നോൺ സൂൺ ഡസ് ഷീ ഫിനിഷ്. ഡസ് എവിടുന്ന മക്കളെ വന്നത് ഒന്ന് പറഞ്ഞ് ഫിനിഷസിന്റെ ഉള്ളിൽ നിന്ന് ഡസ് എടുത്ത സ്ഥിതിക്ക് പിന്നെ ഫിനിഷ് ഉണ്ടാവുള്ളൂ അല്ലെ. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഒരു ദെന്ന് ഇവിടെ ഈ ഒരു കോമന്റ് എടുത്തൊരു ദെന്നും അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായി സെന്റൻസ് സെറ്റ് ആയി അല്ലെ. നോക്കാം. നോ സൂൺ does she finish one project then she starts next. okay clear ആണല്ലോ. then അടുത്തത് നെക്സ്റ്റ് ആസ് സൂൺ ആസ് ഷീ ഫിനിഷ്ഡ് വൺ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് ഫിനിഷ് ആയ ഉടനെ തന്നെ ഷീ സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ് അടുത്ത പ്രൊജക്ട് എന്ത് ചെയ്തു അവൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് തമ്മിൽ എന്താ വ്യത്യാസം മക്കൾ ഇതും തമ്മിൽ എന്താ വ്യത്യാസം ഒന്ന് പ്രസന്റ് ആണെങ്കിൽ ഒന്ന് പാസ്റ്റ് ആണ് അത്രേ ഉള്ളൂ അല്ലെ. ഫിനിഷ്ഡ് അല്ലെ ഇത് ഇവിടെ എന്തായിരുന്നു ഇവിടെ ഫിനിഷസ് വന്നപ്പോ ഡസ് ചെയ്തു. ഇവിടെ ഫിനിഷ്ഡ് വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ ഡിഡ് ചെയ്തു. അപ്പൊ നോ സൂണർ ഡിഡ് ഷീ ഫിനിഷ് വൺ പ്രൊജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ്. ക്ലിയർ ആയല്ലോ മക്കളെ. ടെൻസിലോട്ടൊന്നും നോക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. പ്രസന്റ് ടെൻസ് ആണെങ്കിലോ അത് പ്രസന്റ് ടെൻസിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും മക്കളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്തോട്ട് എടുക്കും ഡസ് പുറത്തോട്ട് എടുക്കും അല്ലെ. അപ്പോ അതുപോലെ തന്നെ ED ഫിനിഷ്ഡ് കംപ്ലീറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു ED ഫോം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ പാസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഡിഡും പുറത്തോട്ട് എടുക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ. then rather than കൂടുതലും അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒന്നും കൂടെ നല്ലത് അതിനേക്കാൾ ഒന്നും കൂടെ നല്ലത് എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ബെറ്റർ ഇതാണ് അല്ലെ. അതിനേക്കാൾ നല്ലത് ഒന്നും കൂടെ ഇതാണ് അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ മലയാളത്തിൽ. അതിനേക്കാൾ ഒന്നും കൂടെ നല്ലത് എന്താണ് ഇതാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ എന്താണ് ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ rather than യൂസ് ചെയ്യും. ഓക്കെ നോക്കാം. മീനിങ് എപ്പോഴും മലയാളത്തിലുള്ളത് നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കണേ. നോക്കാം. The issue is rather more completed than we had expected. എന്താണ് മക്കളെ rather more
rather more complicated than we had expected ആട്ടോ. The issue is rather more complicated than we had expected. എന്താണ്? ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എന്തായിരുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മോർ നമ്മൾ പ്രതീക്ഷിച്ച ലെവലല്ല, അതിനേക്കാൾ വലുതായിരുന്നു ആ പ്രശ്നം അല്ലെ. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലുണ്ട്, അതിനും അപ്പുറം പ്രശ്നമായിരുന്നു. അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ഇഷ്യൂ എന്ന് പറയുന്നത്. നോക്കാം അടുത്തത്. It would be better to go in September rather than in December. ഡിസംബറിനേക്കാൾ ബെറ്റർ പോണത് എനിക്ക് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു അല്ലെ. ഡിസംബറിനേക്കാൾ ബെറ്റർ അല്ലെ, ഡിസംബറിനേക്കാൾ കൂടുതൽ ബെറ്റർ എനിക്ക് എന്താണ്, നമ്മൾ അത് സെപ്റ്റംബറിൽ പോകുകയാണ് ബെറ്റർ എന്നാണ് തോന്നുന്നത് എന്ന് പറയാനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബെറ്റർ എന്നുള്ള ഒരു മീനിങ്ങിലോട്ടാണ് കേട്ടോ. Then I prefer to leave now rather than wait for all the speeches. I prefer to leave now. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാണ് തീരുമാനിക്കുന്നത്? rather than wait for all the speech. എല്ലാ സ്പീച്ചും വെയിറ്റ് ചെയ്ത് കേട്ടിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ഒന്നും കൂടെ ബെറ്റർ എന്താണ്, ഇപ്പൊ തന്നെ പോവാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. എല്ലാ സ്പീച്ചും കഴിഞ്ഞിട്ട് പോകുന്നതിനേക്കാൾ ബെറ്റർ ആണ് ഇപ്പൊ ഇവിടുന്ന് പോകുന്നത് അല്ലെ. ലീവ് now. Okay, then he decided to call rather than to write. അല്ലെ, എഴുതി ഇങ്ങനെ റിസ്ക് എടുക്കുന്നതിനായിട്ടും എത്രയോ ബെറ്റർ ആണ് അല്ലെ. എഴുതുന്നേക്കാൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ നല്ലത്, എഴുതുന്നേക്കാൾ കൂടുതൽ ബെറ്റർ എന്തായിരിക്കും ഒരു കോൾ ചെയ്യാണെന്നാണ് ആ വ്യക്തി ഡിസൈഡ് ചെയ്തത് അല്ലെ. ഈ ഡിസൈഡഡ് ടു കോൾ, അവൻ തീരുമാനിച്ചു കോൾ ചെയ്യാൻ, റാദർ ദാൻ ടു റൈറ്റ്. എഴുതുന്നേക്കാൾ വിളിക്കുന്നതാണ് നല്ല തീരുമാനം എന്നാണ് ആ വ്യക്തി എടുത്തത്. അപ്പൊ എന്താണ് മക്കളെ, കറക്റ്റ് ആണ്. മീനിങ് എപ്പോഴും എന്താണ്, കറക്റ്റ് ആണ്. അതിനേക്കാൾ കൂടുതൽ ബെറ്റർ അല്ലെ, അതിനേക്കാൾ നല്ലത് എന്നുള്ള ഒരു അർത്ഥത്തിൽ, അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റാദർ ദാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then whether or എന്താണ്, whether or. ഓക്കെ, എക്സ്പ്രഷൻ എ ഡൗട്ട് ഓർ ചോയ്സ് ബിറ്റ്വീൻ alternatives. നമുക്കൊരു ഡൗട്ട് ആണ് അല്ലെ, ഒരു സംശയം വരാണ്, ഇത് എന്നുള്ള ഒരു സംശയം അല്ലെ. നമുക്ക് നോക്കാം ആ സംശയം എങ്ങനെയാണ് സെന്റൻസിൽ വെദറും ഓറും ആയിട്ട് മാറുന്നത് നോക്കാം. You will have to learn all the lessons ആണ്. എന്താണ്, you will have to learn all the lessons. എല്ലാ ലെസൺസും നീ പഠിക്കണം. എങ്ങനെ, whether they are easy or difficult. അത് ഈസി ആണെങ്കിലും ഡിഫിക്കൽട്ട് ആണെങ്കിലും, എന്താണ്, ഈസി ആണെങ്കിലും ഡിഫിക്കൽട്ട് ആണെങ്കിലും, അങ്ങനെ ഒരു അർത്ഥത്തിൽ കേട്ടോ. ആണെങ്കിലും അല്ലെങ്കിലും എന്നൊക്കെ ഒരു മലയാളത്തിൽ കേട്ടോ. ഇങ്ങനെ കറക്റ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം, ആണെങ്കിലും അല്ലെങ്കിലും എന്നൊക്കെ കേട്ടോ. ചെറിയൊരു മലയാള മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിവിടെ എഴുതുന്നത് കേട്ടോ. എന്താണ്, ആണെങ്കിലും അല്ലെങ്കിലും എന്നൊക്കെ അർത്ഥത്തിൽ. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ ലെസൺസ് ഡിഫിക്കൽട്ട് ആണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം, യു വിൽ ഹാവ് ടു ലേൺ ഓൾ ദ ലെസൺസ്. എല്ലാ ലെസൺസും പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. അവന് വരുമോ ഇല്ലയോ അല്ലെ, അവൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അവൻ വരികയാണെങ്കിലും അല്ലെങ്കിലും എന്ന അർത്ഥത്തിലല്ല, അവൻ വരികയോ ഇല്ലയോ എന്നെന്ത് എനിക്കറിയില്ല അല്ലെ. ദെൻ I don't know whether she will recognize me or not. അവൾ എന്നെ അവൾ എന്നെ തിരിച്ചറിയുമോ അല്ലെങ്കിൽ അറിയാതിരിക്കുകയോ ചെയ്യാം അല്ലെ. അപ്പൊ ആ രണ്ട് മീനിങ് വരും അല്ലെ. അവൾ എന്നെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നെന്താണ്, ഐ ഡോണ്ട് നോ അല്ലെ, എന്താണ്, അറിയില്ല. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ, വെദർ ഓർ നോട്ട്. ഒരു കൺഫ്യൂഷൻസ് അല്ലെ, ഒരു ഡൗട്ടാണ്, ഒരു ചോയ്സ് ആണ് അവിടെ വരുന്നത് അല്ലെ. അവൾ എന്നെ തിരിച്ചറിയുമോ ഇല്ലയോ അല്ലെ. അത് ശരിയാണെങ്കിലും ശരിയല്ലെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ അത് അത് ചെയ്തേ പറ്റൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മലയാളത്തിൽ പറയാറുണ്ടല്ലോ അല്ലെ. വെദർ ഇറ്റ് ഈസ് നോട്ട്, whether it is correct or not അല്ലെ, അത് തെറ്റാണെങ്കിലും ഒരു ശരിയാണെങ്കിലും we are accept it അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം അല്ലെ. എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ പറയാറില്ലേ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് അല്ലെ. റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ചെയ്തേ പറ്റൂ അല്ലെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. നോക്കാം, നെക്സ്റ്റ് നോക്കാം. യു വിൽ ഹാവ് ടു ടേക്ക് ദിസ് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് അല്ലെ. നിനക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എന്താണ്, നീ അത് എടുത്തേ പറ്റൂ അല്ലെ. യു വിൽ ഹാവ് ടു ടേക്ക് ദിസ് വൺ. നീ ആ ചോയ്സ് നീ എടുത്തേ പറ്റൂ. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. നിനക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും, ആണെങ്കിലും അല്ലെങ്കിലും. ഓക്കെ ആണല്ലോ. ദെൻ
we will have to go whether she comes with us or not. അവൾ നമ്മുടെ കൂടെ വന്നിട്ടില്ലെങ്കിലും വന്നാലും നമുക്ക് എന്ത് ചെയ്യണം? we will have to go. നമുക്ക് പോവണം അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം? പോവണം. whether she comes with us or not. അവൾ വന്നാലും ഇല്ലെങ്കിലും നമുക്ക് പോവണം അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഇവിടെ കറക്റ്റ് വെദർ ഓർ ഉള്ളതിന്റെ മീനിങ് എന്താണ്? കറക്റ്റ് ഒരു മലയാളം മീനിങ് ഒന്ന് പറഞ്ഞ്. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? അത് ഉൾക്കൊണ്ടേ പറ്റൂ അല്ലെ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ മലയാളത്തിൽ ഒന്നും ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി ഒരു എക്സാമ്പിള്. അപ്പൊ പിന്നെ ബാക്കി അങ്ങ് കിട്ടിക്കോളും കേട്ടോ. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അത് ഉൾക്കൊള്ളണം. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ ഡാൻസ് തന്നെ അവിടെ കളിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ആണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ചൂസ് എന്ന് പറയുന്ന പോലെയാണെങ്കിൽ പറയുന്നെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യണം? ചെയ്യണം അല്ലെ? ആ ഒരു മീനിങ്ങിലാണ് ഈ ഒരു എല്ലാ സെന്റൻസും വന്നിട്ടുള്ളത് കേട്ടോ. സോ എന്താണ് നമ്മളിപ്പോ എന്താ പഠിച്ചത്? അപ്പൊ കോർഡിനേറ്റീവ് സെന്റൻസും കോറിലേറ്റീവ് സെന്റൻസും പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും മസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഗെയിൻ ആൻഡ് എഗെയിൻ എഗെയിൻ അങ്ങനെ തന്നെയാണ് അല്ലെ? എന്ത് ചെയ്യണം? ക്ലാസ് എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ. വാച്ച് ദ ക്ലാസ്സസ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് തന്നെ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയും. ആൻഡ് പ്രാക്ടീസ് വെൽ. എന്ത് ചെയ്യണം? നന്നായിട്ട് ക്ലാസ് കാണണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സോ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കൺജക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം.